കാസർഗോഡ് പടന്നക്കാട് LPG ഗ്യാസ് ടാങ്കർ മറിഞ്ഞതിൽ വൻ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാഞ്ഞങ്ങാട് നിന്ന് നീലേശ്വരത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പുതിയ കോട്ടയിൽ നിന്ന് കല്ലൂരാവി വഴി പോകണമെന്നറിയിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങളൊന്നും നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ പാടില്ല. ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റു ഉപകരണങ്ങളോ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും വീഡിയോ ചിത്രീകരണത്തിനും അനുമതിയില്ല. പ്രദേശത്ത് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം പൂർണ്ണമായിട്ടും നിരോധിക്കും. ടാങ്കർ സുരക്ഷിതമായി ഉയർത്തുന്നതുവരെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, ടാങ്കർ മറിഞ്ഞതിൽ വലിയ ക്രമീകരണങ്ങൾ ഗതാഗതത്തിൽ മാത്രമല്ല അവിടെ ജീവിക്കുന്ന മനുഷ്യർക്കും വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും അവിടെ വിച്ഛേദിക്കും. ടാങ്കർ സുരക്ഷിതമായി മാറ്റുന്നതുവരെ. അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർച്ചന രവീന്ദ്രൻ, പടന്നക്കാട് LPG ഗ്യാസ് ടാങ്കർ മറിഞ്ഞതിൽ വലിയ ക്രമീകരണങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സാധാരണ മനുഷ്യരെല്ലാവരും പാലിക്കേണ്ടതുമാണ്. സുരക്ഷയെ മുൻനിർത്തിയുള്ള നിർദ്ദേശങ്ങളാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പടന്നക്കാട് പ്രദേശത്ത് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും? അരുൺ, കാഞ്ഞങ്ങാട് കൊവ്വൽ സ്റ്റോർ റോഡ് മേൽപ്പാലത്തിന് സമീപത്തെ സർവീസ് റോഡിലാണ് ടാങ്കർ ലോറി മറിഞ്ഞത്. നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ദിശ തെറ്റി വന്ന ബസ്സിന് സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ്. ഇന്ന് 1 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. തുടർന്നാണ് കാഞ്ഞങ്ങാട് ഭാഗത്ത് നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതും. കാഞ്ഞങ്ങാട് നിന്ന് നീലേശ്വരത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പുതിയ കോട്ടയിൽ നിന്ന് കല്ലുരാവി വഴി പോകണം. അതുപോലെ നീലേശ്വരത്ത് നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് വരുന്ന വാഹനങ്ങൾ മടിക്കൈ കല്യാൺ റോഡ് ആലൈ വഴി കാഞ്ഞങ്ങാട് എത്തണമെന്ന നിർദ്ദേശത്തിലുണ്ട്. ചരക്ക് വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 9:30 മുതൽ നിർത്തിവെക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വ്യക്തമാവുന്നത്. അതേസമയം കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഐങ്ങോത്ത് വരെയുള്ള, അതായത് 18, 19, 26 വാർഡുകൾക്ക് നാളെ പ്രാദേശികമായ അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം തന്നെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതും. വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ അതുപോലെ തന്നെ പുക വലിക്കാനോ പാടില്ല. ഇൻവേർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റോ ഉപകരണങ്ങളോ പ്രവർത്തിപ്പിക്കാനും പാടില്ല എന്ന നിർദ്ദേശത്തിൽ കാര്യമായി തന്നെ പറയുന്നുണ്ട്. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും വീഡിയോ ചിത്രീകരിക്കുന്നതിനും അനുമതിയില്ല. പ്രദേശത്ത് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നാളെ ഉള്ളത്. എന്തായാലും ടാങ്കർ ലോറി സുരക്ഷിതമായി ഉയർത്തുന്നതുവരെ പ്രദേശത്ത് വൈദ്യുത ബന്ധം വിച്ഛേദിക്കുമെന്ന കാര്യം കൂടെ വ്യക്തമാക്കുന്നുണ്ട്. മംഗലാപുരത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് വന്ന HP ഗ്യാസുമായി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഗ്യാസ് ലീക്ക് ഇല്ലാത്തത് കൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുകയാണ്.